ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ഫ്രൂട്ട് കോക്ടെയിൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ക്രീമാണ്. ഞാനിവിടെ റെയിൻബോ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് ക്രീമാണ് കേട്ടോ. ഇത് ചെറിയൊരു ടിന്നാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് യോഗേർട്ടാണ്. പ്ലെയിൻ യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ക്രീം യോഗേർട്ടാണ് കേട്ടോ. അൽമറയുടെ ഫുൾ ക്രീം യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. പുളിയില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള യോഗേർട്ട് വേണം നമുക്കിതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അതായത് ഫ്ലേവേർഡ് അല്ലാത്ത യോഗേർട്ട് ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഒരു ബൗളിലേക്ക് മാറ്റുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ക്രീം ഒരു ഏകദേശം 4.5 ടേബിൾ സ്പൂണിൻ്റെ അത്രയുണ്ട് കേട്ടോ. ആ ടിന്നിലുണ്ടായിരുന്നത് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന യോഗേർട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണിൻ്റെ അത്രയും യോഗേർട്ട് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ യോഗേർട്ട് ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. ഞാനിവിടെ ആപ്പിളും ഓറഞ്ചും പ്ലമ്മും പിന്നെ കിവിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് പിസ്തയും ബദാമും പിന്നെ കാഷ്യൂസും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ലെയർ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് റൂ അഫ്സ ആണ്. ഇത് ചെറിയൊരു സ്പൂണിലാട്ടോ 2 സ്പൂൺ റൂ അഫ്സ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊരുപാട് ഹെർബൽ എക്സ്ട്രാക്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നമ്മുടെ ഗ്ലാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിൻ്റെയും യോഗേർട്ടിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഒരു ചെറിയ സ്പൂണിൽ റൂ അഫ്സയും അതുപോലെ ഹണിയും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാണുന്ന പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. ഇവിടെ മക്കൾക്ക് 2 പേർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കൂ കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു ഡെസേർട്ട് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
പിന്നെ നമ്മുടെ ചാനൽ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.